ഹലോ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്. അപ്പോൾ ആർക്കും മഴ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. കാരണം വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക, മക്കളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത് സാരു സുരേഷാണ്. ആൾ തിരുവനന്തപുരമുള്ള ആളാണ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. ആള് യോഗ ട്രെയിനറാണ്, കൂടാണ്ട് സൈക്കോളജി ഡിപ്ലോമ കഴിഞ്ഞതാണ്, NLP കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമുക്ക് ആളെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം സാരു സുരേഷ്. താങ്ക് യു സോ മച്ച് ഷാജിദ മാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുവാണെന്ന് കരുതുവാണ്. എൻ്റെ പേര് ഷാരു സുരേഷ്. ട്രിവാൻഡ്രമാണ് സ്ഥലം. ട്രിവാൻഡ്രത്തെ ആറ്റിങ്ങലാണ്. ഞാനൊരു യോഗ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ടോപ്പിക്ക് യോഗയും ജീവിതവുമാണ്. യോഗ എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒക്കെ ചെയ്യുന്നതുമാണ്. എന്തിനാ നമ്മൾ യോഗ ചെയ്യുന്നത്? അതാർക്കെങ്കിലും അറിയോ? വെറും ശരീരത്തിന്റെ മാത്രം ഫ്ലെക്സിബിലിറ്റി മാത്രമാണോ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അതിനെയൊക്കെ കുറിച്ച് ഒന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യോഗ എന്ന് പറയുന്നത് യുജ് എന്ന് പറയുന്ന സംസ്കൃതം വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. യുജ് എന്ന് വെച്ചാൽ ജോയിനിങ് എന്നാണ് അതിന്റെ മീനിങ്. എന്തിന്റെ ജോയിനിങ്ങാ? ശരിക്കും പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട് അല്ലേ? നമ്മളിൽ ഓരോരുത്തരിലും ആ ശക്തിയുടെ ഒരു അംശം ഉണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള ഈ ശക്തി നമ്മൾ ഓരോരുത്തരും ഓരോ പേരിൽ വിളിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ മതത്തിൽ പറയുന്നതും എല്ലാ വിശ്വാസത്തിൽ പറയുന്നതും ഒരു കാര്യം തന്നെയാണ്. അതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്കുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാ മതങ്ങളും പറയുന്നുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. പലരും അത് അറിയാവുന്നവർ പോലും അത് അതേപോലെ പാലിക്കുന്നൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം യോഗ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയും നമ്മൾ ഓരോരുത്തരിലുള്ള ശക്തിയും തമ്മിലുള്ള ഒരു ജോയിനിങ് ആണ്. അതെങ്ങനെ സാധ്യമാക്കുന്നു എന്നുള്ളതാണ് യോഗയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ശരിക്കും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് യോഗ. നമുക്കെല്ലാം അറിയാവുന്നത് ഈ ഫിസിക്കലി ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ഫിസിക്കലി ഉള്ള കാര്യം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, യോഗയുടെ ഒരു ഭാഗം മാത്രമാണ്. ഈ യോഗ തന്നെ 4 ടൈപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു അംശമായ നമ്മൾ ആ പ്രപഞ്ചമായിട്ട് ലയിക്കാൻ, പ്രപഞ്ചശക്തിയുമായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ടുള്ള 4 രീതികളിൽ ഒന്നാണ് നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസ് ഉൾപ്പെടുന്ന ഒരു ഭാഗം. അതിന് രാജയോഗ എന്ന് പറയും. ഈ രാജയോഗയിലുള്ളതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ എക്സസൈസ്, യോഗ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഫിസിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ യോഗ തന്നെ പല രീതിയിൽ നമുക്ക് ആ ജോയിനിങ് സാധ്യമാക്കി എടുക്കാൻ പറ്റും. അതിലൊന്നാണ് കർമ്മയോഗ. കർമ്മയോഗ എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിൻ്റെ പ്രതിഫലം നമ്മൾ നോക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിലൂടെ നമുക്ക് ആ പ്രപഞ്ച ശക്തിയുമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ലയിപ്പിക്കാൻ പറ്റും. അത് അല്ലാണ്ട് നമുക്കൊരു വഴിയുള്ളത് രാജയോഗയാണ്. രാജയോഗ എന്ന് പറയുമ്പം അതിലുള്ളതാണ് നമ്മൾ ഈ ഫിസിക്കലി ചെയ്യുന്ന അതിൻ്റെ ഒരു ഭാഗം. അതിനെപ്പറ്റി നമുക്ക് പറയാം. അതല്ലാണ്ടുള്ളത് ഭക്തിയോഗയാണ്. ഭക്തിയോഗ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഭക്തി മാർഗത്തിലൂടെ വെച്ചാൽ ആ സർവേശ്വരനെ നമ്മൾ ഏത് രീതിയിൽ, ഓരോ മതത്തിലുള്ളവർ ഓരോ രീതിയിൽ ആചാരങ്ങളിലൂടെ, നമസ്കാരങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെയൊക്കെ ആ ഒരു ശക്തിയുമായിട്ടുള്ള ലയനം സാധ്യമാക്കിയെടുക്കുന്നതാണ് ഭക്തിയോഗ. പിന്നെ ഉള്ളത് ജ്ഞാനയോഗയാണ്. നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് ആ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ 4 രീതിയിലാണ് യോഗ എന്നത് സാധ്യമാക്കി നമ്മൾ എടുക്കുന്നത്.
ശരിക്കും പറഞ്ഞാല് യോഗ ഒരു മതത്തിന്റെ ബേസിലുള്ളതല്ല, ഒരിക്കലും അല്ല. അത് സംസ്കൃത വാക്കുകളിലൂടെയാണ് അതിലെ കുറെ കാര്യങ്ങൾ പോകുന്നത് എന്നതൊഴിച്ചാൽ അതൊരിക്കലും ഒരു മതപരമായ ഒരു രീതിയല്ല യോഗ. കൂടാതെ ഫിസിക്കലി ഉള്ളത് മാത്രമല്ല യോഗയിലുള്ളത്. ഈ രാജയോഗയിൽ വരുന്നതാണ് അഷ്ടാംഗ യോഗ. അഷ്ടാംഗ യോഗയിൽ 8 ഭാഗങ്ങളുണ്ട്. അതിലെ ഒരു ഭാഗം മാത്രമാണ് ഈ ആസന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് മുമ്പേയും കുറെ കാര്യങ്ങളുണ്ട്. ഈ ആസന നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷവും കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ആ 8 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ടുള്ള ഒരു ജോയിനിങ് സാധ്യമാക്കി എടുക്കുന്നത്. അതിൽ നമ്മുടെ ഈ അഷ്ടാംഗ യോഗയിലെ ആദ്യത്തെ ഒരു പാർട്ടാണ് യമ എന്ന് പറയുന്നത്. ഇത് വെറും ഒരു അറിവിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ പറയുന്ന കേട്ടോ. ഈ യമ എന്ന് പറയുന്നതിന് 5 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് അഹിംസയാണ്. അഹിംസ എന്ന് വെച്ചാൽ എന്താ? ഒന്നിനെയും ഹിംസിക്കരുതെന്നാണ്. ആ ഒരു ജീവനുള്ളതോ എന്ത് തന്നെ ആണെങ്കിലും ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല. അത് നമ്മൾ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും, അതല്ല മൃഗങ്ങളെ ആണെങ്കിലും, സ്വയം ആണെങ്കിലും, നമ്മൾ സ്വയം ചെയ്യുന്നതും അഹിംസയാണ്. നമ്മൾ നമ്മളെ തന്നെ ഇപ്പം മെന്റലി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പം സ്വയം അത് ആ ഒരു സങ്കടങ്ങളൊക്കെ സ്വയം വേദനിപ്പിച്ചും സ്വയം ശിക്ഷിച്ചും ഒക്കെ തീർക്കുന്ന ഒത്തിരി പേരുണ്ട്. പുറത്തത് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ. അതെല്ലാം അഹിംസയിൽ വരും. രണ്ടാമത് പറയുന്നത് സത്യം എന്ന് പറയുന്നത് നമ്മൾ സത്യമുള്ളവരായിരിക്കണം. നമ്മൾ കള്ളം പറയാൻ പാടില്ല. കള്ളം പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ മരിക്കും. നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ അയാളുടെ ജീവന് തന്നെ ആപത്ത് വരും എന്നൊരു സാഹചര്യം ഒഴിച്ചാൽ ബാക്കി ഒരു അവസരത്തിലും നമ്മൾ കള്ളം പറയാൻ പാടില്ല. കള്ളം പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ അവിടെ കള്ളം പറഞ്ഞേ മതിയാവുള്ളൂ എങ്കിലും നമ്മൾ മിണ്ടാതിരിക്കുക. എന്നാലും കള്ളം പറയാൻ പാടില്ല. അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് അസ്തേയ എന്ന് വെച്ചാൽ മറ്റൊരാളിൻ്റെ സാധനങ്ങള്, സ്ഥാനം, അതൊന്നും നമ്മൾ നമ്മുടെ കൈക്കലാക്കാൻ വേണ്ടി ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. അതാണ് അസ്തേയം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ബ്രഹ്മചര്യ എന്ന് പറയുമ്പം ഈ നമ്മുടെ ശരീരത്തിനെ ഒത്തിരി ഇതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ബ്രഹ്മചര്യത്തിൽ വരുന്നത്. നമ്മുടെ എനർജി ഒരുപാട് ലോസ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതാണ് ബ്രഹ്മചര്യത്തിൽ വരുന്നത്. ബ്രഹ്മമാർഗത്തിൽ ചരിക്കുക എന്ന് വെച്ചാൽ ചലിക്കുക എന്നാണ്. ബ്രഹ്മമാർഗം എന്ന് പറയുമ്പം നമ്മുടെ ഈശ്വരൻ്റെതാണ്. എന്ന് വെച്ചാല് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ആ ഒരു ശക്തിക്ക് അനുയോജ്യമായി, സർവേശ്വരന്റെ ഒരു ശക്തിയുടെ ആ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നാണ്. നമുക്ക് ഫാമിലി ലൈഫ് വേണ്ടെന്നല്ല, പക്ഷെ ഫാമിലി ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ എനർജി ലോസ് ആവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു കാര്യം കൂടി യമത്തിലുണ്ട്, അപരിഗ്രഹ എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ മിതത്വം പാലിക്കണം എന്നുള്ളതാണ്. മിതത്വം എന്ന് പറയുമ്പം നമുക്ക് ആവശ്യം ഉള്ളതിൽ കവിഞ്ഞ് നമ്മുടെ കയ്യിലുള്ളത് എല്ലാം നമുക്ക് കൂടുതലായിട്ടുള്ളതാണ്. അതൊന്നും നമുക്ക് നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് ഒരു ചെരുപ്പിന്റെ ആവശ്യമുള്ളൂ, 2 ചെരുപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപരിഗ്രഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യമത്തിലെ ഈ 5 കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഒരു സമൂഹ ജീവിയായിട്ട് ജീവിക്കുമ്പം നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടും ഉള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ യോഗയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അഷ്ടാംഗ യോഗയുടെ ഫസ്റ്റ് സ്റ്റെപ്പായ യമത്തിൽ പറയുന്ന 5 കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ആദ്യം പാലിച്ചിരിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാലിക്കേണ്ട അടുത്ത കാര്യങ്ങൾ പറയുന്നത് നിയമ, അതിലും 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ മനുഷ്യൻ അവനവന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നാണ് ശൗച എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയായിരിക്കും. ശൗചാലയം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ശൗച എന്ന് വെച്ചാല് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. അത് നമ്മൾക്ക് അറിയാവുന്ന കുളിക്കുന്നതും
നമ്മൾ ബ്രഷ് ചെയ്യുന്നതും എല്ലാം ശൗചയിൽ വരും. അത് നമ്മൾ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിന് വേണ്ടിയിട്ടും മനസ്സിനെയും ക്ലീൻ ചെയ്യണം. മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ, അത് ഈ മുകളിൽ പറയുന്ന കാര്യങ്ങൾ അതിലെല്ലാം പെടുന്നതാണ്. അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ശുദ്ധമാക്കി വെക്കണം. അതാണ് ശൗച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സന്തോഷാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. എത്ര പേർക്ക് സ്വയം ചോദിച്ചാൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാൻ പറ്റും എന്നുള്ളത് സ്വയം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. അപ്പൊ നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം പോവാൻ പാടില്ല. അവനവൻ എന്താണോ ഉള്ളത് അതാണ്, അതില് സന്തോഷിച്ച് നമ്മുടെ ആഗ്രഹത്തിലോട്ട് എത്തിപ്പെടാൻ നമുക്ക് പറ്റണം. ഇപ്പൊ ഉള്ളതിൽ സന്തോഷിച്ചാലേ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നതാണ് വേറൊരു സത്യം. അത് കഴിഞ്ഞ് അടുത്ത് പറയുന്ന തപസ് ആണ്. തപസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലോട്ട് എത്തുന്നത് വരെ വേറൊരു വഴിയും നമ്മൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പാടില്ല. പക്ഷെ നമുക്കൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് എൻ്റെ വീട് നന്നായിട്ട് നോക്കണം, എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. പക്ഷേ നമ്മളൊരു സമൂഹ ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകുമ്പം നമ്മുടെ ആ ലക്ഷ്യം കൊണ്ടിട്ട് ഞാൻ എൻ്റെ കുടുംബം എന്നതിനപ്പുറം സമൂഹത്തിന് എന്തെങ്കിലും നന്മ അതൊന്നും ഞാൻ ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. നമ്മൾക്കുള്ള ലക്ഷ്യത്തിനൊപ്പം അതുകൊണ്ട് നമുക്ക് ഒരാൾക്കെങ്കിലും ഒരു സന്തോഷം കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അവർക്കൊരു ഉപയോഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അടുത്തത് നിയമത്തിൽ വരുന്ന അടുത്തതാണ് സ്വാധ്യായ എന്ന് പറയുന്നത്. സ്വാധ്യായം എന്ന് പറയുന്നത് നമ്മൾ സ്വയം അറിവ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, സ്വയം പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞുള്ളത് ഈശ്വര പ്രണിധാനമാണ്. ഈശ്വര പ്രണിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, അത് ഏത് മതത്തിലുള്ള ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും അവനവൻ വിശ്വസിക്കുന്നത് എന്താണോ അതിനുള്ള ഈ ആരാധനാ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുവഴി നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ഹീലിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അത് ആണ് ഈശ്വര പ്രണിധാനം. ഇതാണ് നിയമത്തിൽ വരുന്ന. നിയമം പറയുന്നത് നമ്മൾ ഓരോ മനുഷ്യരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലാണ് വരുന്നത് ആസന. ശരിക്കും ആസനയിലാണ് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഫിസിക്കലി ഉള്ള മൂവ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് ആസനയിലാണ്. ആസനയിൽ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഇതിനു വേണ്ടിയിട്ടാണ്. ശരീരം ഓക്കെ ആണെങ്കിൽ കൂടിയാണ് നമ്മുടെ മനസ്സ് റെഡിയാക്കാൻ പറ്റുന്നത്. പക്ഷെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും, പോയ ആരോഗ്യം. പക്ഷെ പിന്നെ നമ്മുടെ ഈ ആസനാസ് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് നമുക്കുണ്ട്. യോഗ എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്ത് അസുഖമുള്ള ആളിനും കിടപ്പ് രോഗിക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം ഫിസിക്കൽ മൂവ്മെന്റ് മാത്രമല്ല യോഗയിലുള്ളത്. പിന്നെ നമ്മൾ ജിമ്മിൽ പോകുന്നതിന് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും ഫിസിക്കലി ഉള്ള എക്സസൈസിനേക്കാളും എന്തുകൊണ്ടും യോഗ ഭയങ്കര നല്ലതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം എന്ന് വെച്ചാൽ എക്സസ് ആയിട്ട് നമ്മൾ ടയേർഡ് ആവത്തില്ല, നമുക്ക് എനർജി കൂടത്തുള്ളൂ. കാര്യം എനർജി നമ്മൾ ഉള്ളിൽ സേവ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത്, ഒത്തിരി ആയിട്ട് ഇങ്ങനെ എക്സോസ്റ്റ് ചെയ്ത് കളയുന്നില്ല. അതാണ് യോഗയുടെ ഒരു ഭയങ്കര ബെനിഫിറ്റ്. നമ്മൾ ബ്രീത്തിങ്ങും കൂടി ചേർത്തിട്ടാണ് യോഗയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ഒരു ആസന ആണെങ്കിൽ തന്നെ നമ്മൾ ആ പോസ്ചറിലോട്ട് എത്തുന്നതിന് കുറെ സ്റ്റെപ്സ് ഉണ്ട്, ബ്രീത്തിങ്ങുകൾ ഓരോ രീതികളുണ്ട്. അതിന്ന് എക്സിറ്റ് ആവുന്നത് എങ്ങനെയാണ് ആസനയെന്ന് പഴയ പൊസിഷനിലോട്ട് എത്തുന്നത്, അതിനും ഓരോ രീതിയുണ്ട്. ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് മസാജ് കിട്ടുന്നു, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് എല്ലാം മാറ്റുന്നു, പോസ്ചർ കറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റുകൾ നമുക്ക് യോഗയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് അസുഖമുള്ള ആളിനും ചെയ്യാൻ പാടില്ലാത്ത ആസനാസ് ഒഴിവാക്കിയിട്ട് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും.
അതിലൂടെ നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിന്റെയും ഇമ്പ്രൂവ്മെന്റ് യോഗയിലൂടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള എക്സസൈസിനെ വെച്ച് നോക്കുമ്പം യോഗയുടെ ബെനിഫിറ്റും അതാണ്. നമ്മളൊരു ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരാളിന് പോലും നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു നല്ല ട്രെയിനറിന്റെ അണ്ടറിൽ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യാഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി നിർത്തുന്നതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്താ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇല്ലേ പഞ്ചേന്ദ്രിയങ്ങള്. ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആഹാരമുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ. കണ്ണിന്റെ ആഹാരം എന്തുവാ? നമ്മൾ കാണുന്ന കാഴ്ചകൾ. ചെവിയുടെ ആഹാരം എന്തുവാ? നമ്മൾ കേൾക്കുന്ന കേൾവികൾ. നാവിൻ്റെത് എന്താ? നമ്മൾ രുചിക്കുന്നത്. മൂക്കിൻ്റെത് നമ്മൾ മണക്കുന്നത്. ത്വക്കിൻ്റെത് നമുക്ക് കിട്ടുന്ന സ്പർശനങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് ഈ കിട്ടുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമുക്ക് കിട്ടുന്ന അനുഭൂതികളാണ് നമ്മളെ ഒരു മായാലോകത്തിൽ എത്തിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കഴിക്കുന്ന എന്തുകൊണ്ടാ? നാവിനെ അടക്കി നിർത്താൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം, ചിലത് കാണുമ്പോൾ ഒത്തിരി സങ്കടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കണ്ണിന്റെ ആഹാരമാണത്. കണ്ണിന് അത് കിട്ടുമ്പം ഭയങ്കരമായിട്ട് ചിലപ്പം സന്തോഷം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒത്തിരി സന്തോഷിക്കും. ചിലപ്പോൾ സങ്കടമായിരിക്കും ഉണ്ടാകുന്നത്, അപ്പൊ നമ്മൾ ഒത്തിരി സങ്കടപ്പെടും. സന്തോഷവും സങ്കടവും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അപ്പൊ പ്രത്യാഹാരത്തിൽ പറയുന്നത് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം കൂടി എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിൽ കൊടുക്കണം. നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിൽ കൊടുക്കണം. ഉള്ളിൽ കൊടുത്ത ആ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് അടക്കി നിർത്താൻ പറ്റണം. ഒത്തിരി ടെക്നിക്കുകളുണ്ട് അതിന്. അത് ആണ് പ്രത്യാഹാരത്തിൽ പറയുന്നത്. ഇനി പറയുന്ന ധാരണയാണ്. ധാരണയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പ്രത്യാഹാരത്തിൽ നമ്മൾ ഉള്ളിൽ അടക്കി നിർത്തിയ ഇതിനെ കുറച്ച് ഡ്യൂറേഷനിലോട്ട് നമുക്ക് നിർത്താൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ധാരണ എന്ന് പറയുന്ന. ഇനി ധ്യാനം എന്ന് വെച്ചാല് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉള്ളിൽ കൊടുക്കാതെ തന്നെ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണം. അതാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന. ആ ഡ്യൂറേഷൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. നമ്മളിങ്ങനെ ഈ ആസന വഴി ബോഡിയെ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് കംഫർട്ടായിട്ട് കുറേ നേരത്തെ ഇരിക്കാനൊന്നും പറ്റത്തില്ല, എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മുടെ ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ആവുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പ്രാണായാമത്തിലോട്ട് വന്നു, അത് കഴിഞ്ഞ് പ്രത്യാഹാരത്തിലോട്ട് വന്നു. ഇങ്ങനെ ഓരോ പടി നമുക്ക് കയറി അവസാനം എത്തുന്നതാണ് സമാധി. സമാധി എന്ന് വെച്ചാല് പണ്ട് ഈ സ്വാമിമാരൊക്കെ സമാധിയാകുന്നു എന്ന് പറയുന്ന അതല്ല സംഭവം. സമാധി എന്ന് വെച്ചാല് നമ്മൾ എല്ലാ സമയവും ആ പ്രപഞ്ച ശക്തി എന്താണോ നമുക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നത് അതിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. നമുക്ക് ഒത്തിരി സന്തോഷവും പുറത്തുനിന്ന് കിട്ടാനില്ല, ഒത്തിരി സങ്കടവും നമുക്ക് പുറത്തുനിന്ന് കിട്ടാനില്ല. എന്ത് തന്നെയാണ് നമുക്ക് കരുതി വെച്ചേക്കുന്നത്, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷം തന്നെ ആയിരിക്കും. അത് നമ്മൾ ഏതിലാണോ വിശ്വസിക്കുന്ന ആ ഈശ്വരന്റെ തീരുമാനമാണെന്ന് നമുക്ക് കരുതാനായിട്ട് നമുക്ക് പറ്റും. ഈ ലാസ്റ്റത്തെ സ്റ്റേജ് സമാധിയിലോട്ട് എത്തുന്ന 7 സ്റ്റെപ്പുകളിൽ ഒന്ന് മാത്രമാണ് ആസന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആർക്കെങ്കിലുമൊക്കെ ബോറായോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് യോഗയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അത്രയ്ക്കും പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അറിയിക്കാനാണ്. പലരും യോഗ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ഡെപ്തിലോട്ട് അറിഞ്ഞ് ചെയ്യുമ്പം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അത് എന്തുമാത്രം ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിനോടൊപ്പം മനസ്സിനും ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് അനുഭവിച്ചറിയാൻ പറ്റും. ശരിക്കും കണ്ണടച്ചിരുന്ന് മാത്രമല്ല ധ്യാനിക്കാൻ പറ്റുന്നതെന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ധ്യാനത്തിന്റെ മനസ്സിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ മാത്രമാണ് അതിലോട്ട് എത്തിപ്പെടാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആർക്കെങ്കിലുമൊക്കെ ബോറായോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല്
യോഗയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അത്രയ്ക്കും പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അറിയിക്കാനാണ്. പലരും യോഗ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ഡെപ്തിലോട്ട് അറിഞ്ഞു ചെയ്യുമ്പം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അത് എന്തുമാത്രം ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിനോടൊപ്പം മനസ്സിനും ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് അനുഭവിച്ചറിയാൻ പറ്റും. ശരിക്കും കണ്ണടച്ചിരുന്ന് മാത്രമല്ല ധ്യാനിക്കാൻ പറ്റുന്നതെന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ധ്യാനത്തിന്റെ മനസ്സിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ മാത്രമാണ് അതിലോട്ട് എത്തിപ്പെടാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ ആസനയൊക്കെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യണം. നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. അതിലൂടെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, ബോഡി മെയിൻറ്റെയിൻ ആവുന്നുണ്ട്, ഹെൽത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം മുമ്പ് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവനവന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ മതത്തിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ എത്ര പേരത് പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പം അതിലൂടെ നമുക്ക് കുറെ ഹാപ്പിനെസ് കിട്ടും. നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം ചേരുമ്പോഴാണ് ആത്മാവിന്റെ സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. അപ്പം മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൂടിയുള്ള ജോയിനിങ് നടക്കുന്നത് യോഗയിലൂടെ നമുക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ ഓരോ സ്റ്റെപ്പും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പം അത്രയ്ക്കും മാറ്റം സ്വയം ഉണ്ടാകുന്നു. നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ സമൂഹവും വീടും എല്ലാം നന്നാവുന്നു. അപ്പം അതുപോലെ ഒരു സമൂഹം ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു. എൻ്റെ ചെറിയ അറിവിൽ നിന്നാണ് ഞാൻ ഇത്ര കാര്യങ്ങൾ പറഞ്ഞത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണോ, ഇതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഒരാൾക്കെങ്കിലും കിട്ടിയെങ്കിൽ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം തന്ന ഹലീം സാറിന്, സജിത മാഡത്തിന്, പിന്നെ ഡ്രീം ഷൗട്ടേഴ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന